ഹായ്. വിജയുടെ അവസാന സിനിമയായിട്ടുള്ള ജനനായകൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തു. മികച്ച രീതിയിലുള്ള വ്യൂസ് ആണ് സിനിമ യൂട്യൂബിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിനിമയുടെ ട്രെയിലർ നേടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിലർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മികച്ച ഒരു ട്രെയിലർ. പക്ഷെ ഒരു പോരായ്മ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള സിനിമയായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവന്ത് കേസരി എന്ന സിനിമയുടെ റീമേക്ക് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിക്ക ഷോട്ടുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതിന്റെ ഒരു പോരായ്മ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ട്രെയിലർ ഗംഭീരമാണ്. വിജയുടെ അവസാന സിനിമയായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ജനുവരി 9 നമ്മൾക്ക് മുന്നിലേക്ക് ജനനായകൻ എത്തുകയാണ്. ഈ സിനിമയ്ക്കൊപ്പം പ്രഭാസിന്റെ സിനിമയുണ്ട്. വലിയ മത്സരം തന്നെ നടക്കും എന്നതിൽ തർക്കമില്ല. 10-ാം തീയതി ശിവകാർത്തികേയനും രവിമോഹനും അഭിനയിക്കുന്ന ഒരു സിനിമ കൂടി റിലീസ് ചെയ്യാനുണ്ട്. എന്തായാലും വലിയ മത്സരമാണ് ജനനായകൻ എന്ന സിനിമയ്ക്ക് നേരിടാനുള്ളത്. കാത്തിരിക്കാം എന്താവും സിനിമയുടെ ഫൈനൽ റിസൾട്ട് എന്നറിയാൻ. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു 100 കോടി ചിത്രം കൂടി പിറന്നിരിക്കുന്നു. അതെ, നിവിൻ പോളിയുടെ സർവം മായ എന്ന സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. ഇപ്പോഴും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സിനിമ 9-ാം തീയതി വരെ മികച്ച കളക്ഷൻ നേടുമെന്ന് ഉറപ്പായിരിക്കുന്നു. തീർച്ചയായും 9-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ പല തിയേറ്ററുകളിൽ നിന്നും സർവമായ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. എന്തായാലും അതുവരെ സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. 150 കോടിക്കടുത്ത് സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിവിൻ പോളിയുടെ ആദ്യ 100 കോടി ചിത്രമായി സർവം മായ മാറിയിരിക്കുന്നു. മലയാള സിനിമയിലെ 13-ാമത്തെ 100 കോടി. തീർച്ചയായും മികച്ച ഒരു സിനിമ തന്നെയാണ്. കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക. മികച്ച ഒരു ഫീൽ ഗുഡ് സിനിമ. അതുപോലെ തന്നെ 50 കോടി നേടും, അതായത് തിയേറ്റർ കളക്ഷനിലൂടെ 50 കോടി മറികടക്കും എന്ന് വിചാരിച്ച ദിലീപിന്റെ ബബ്ബബ്ബ എന്ന സിനിമ 45 കോടിയിൽ ഒതുങ്ങി എന്നുള്ളതും, 100 കോടിയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ 83 കോടിയിൽ താഴെ ഒതുങ്ങി എന്നുള്ളതും ഒരു നിരാശയായിട്ടുള്ള ഒരു വാർത്തയാണ്. മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി കളങ്കാവലാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ആ രീതിയിൽ തന്നെയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എല്ലാം. പക്ഷെ പിന്നീട് സിനിമ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും സിനിമ വലിയ വിജയമാണ്. പക്ഷെ 100 കോടിയിലേക്ക് എത്താൻ സാധിച്ചില്ല. അതുമാത്രമല്ല, 100 കോടിയിലേക്ക് എത്തിയില്ലെങ്കിലും മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെയും എത്തിയില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. 85 കോടി നേടിയ ഭീഷ്മപർവം എന്ന സിനിമയെ മറികടക്കാൻ മമ്മൂട്ടിയുടെ കളങ്കാവലിനായില്ല എന്നുള്ളത് അല്പം നിരാശയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇനി 9-ാം തീയതി ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.